പരിശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം. പുന്നക്കൽ ജുവലേഴ്സ്, ആലപ്പുഴ, എരമല്ലൂർ, തുറവൂർ, വൈക്കം. 40ാമത് തട്ടുപാറ ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 23-ന് തുടങ്ങും. വിശുദ്ധ തോമാസ് ലീഹയുടെ ആത്മീയ പാതയുടെ ഒരു തുടർച്ചയായ 1925 സ്ഥാപിതമായ തട്ടുപാറ പള്ളി 100ന്റെ നിറവിലാണ്. വിശ്വാസത്തിന്റെയും ആത്മാർത്ഥതയുടെയും കാൽപ്പാടുകൾ പതിഞ്ഞ തട്ടുപാറയിലെ തീർത്ഥയാത്ര ദാർശനികത 100 വർഷം പിന്നിട്ട് ഒരു മഹത്തായ ആത്മീയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ലീഹ മലയാറ്റൂർ വഴി പാണ്ഡ്യരാജ്യത്തേക്ക് പോകാൻ ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്ന പഴയ ഒട്ടകപാതയിൽ നിർമ്മിക്കപ്പെട്ട മേരിഗിരി തട്ടുപാറ പള്ളിയിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. വികാരി ഫാദർ ബാബു കളത്തിലിന്റെ നേതൃത്വത്തിൽ വലിയ നോമ്പിന്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും നൂറുകണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി മല കയറിയതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമായത്. തോമാസ് ലീഹ മലയാറ്റൂർ വഴി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗമായ പാണ്ഡ്യരാജ്യത്തേക്ക് പോയത് തട്ടുപാറയിലൂടെയുള്ള പഴയ ഒട്ടകപാതയിലൂടെയാണെന്ന ചരിത്ര ഗ്രന്ഥമായ ട്രാവൻകൂർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തട്ടുപാറ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പുരാതന ഗുഹയിലാണ് തോമാസ് ലീഹ താമസിച്ചതെന്നാണ് പൗരാണിക വിശ്വാസം. ഗുഹാമുഖത്ത് തിരികത്തിച്ച് നാണയങ്ങൾ വിതറുന്ന പതിവ് ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. തന്റെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്ലീഹ ഉപയോഗിച്ച ഈ ഗുഹ അനേകം തീർത്ഥാടകരെ ആകർഷിക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രഗ്രന്ഥം പറയുന്നതനുസരിച്ച് മലയാറ്റൂർ പള്ളിയോളം പാരമ്പര്യവും പൗരാണികതയും തട്ടുപാറ പള്ളിക്കുമുണ്ട്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഈ പള്ളിയുടെ മുന്തിയ നേർച്ചപ്പണത്തെ ദിവാൻ സർ CP രാമസ്വാമയ്യർ രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകിട്ടിയെന്നും എന്നാൽ രാജാവിന്റെ ലീഗൽ സെക്രട്ടറിയായിരുന്ന നടുവത്തുശ്ശേരി വക്കീൽ ഈ ദേവാലയത്തിന്റെ പ്രശസ്തിയും പ്രാധാന്യവും രാജാവിനെ ബോധ്യപ്പെടുത്തുകയും രാജാവ് പള്ളിക്ക് പട്ടയവും ചുറ്റുമുള്ള സ്ഥലത്തിന് കൈവശാവകാശവും നൽകുകയും ചെയ്തു. അന്ന് പള്ളിക്ക് ചുറ്റും പാറയിൽ പതിപ്പിച്ച രാജമുദ്രയായ 3 ശംഖുമുദ്രകൾ ഇപ്പോഴും ഇവിടെ കാണാവുന്നതാണ്. മഞ്ഞപ്ര ഫെറോനയിലുള്ള എല്ലാ വൈദികരും സന്യസ്തരും ദൈവജനവും പങ്കെടുത്ത് ഏപ്രിൽ 11 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മഞ്ഞപ്ര ഫെറോന തലത്തിലുള്ള 40ാം വെള്ളിയാചരണം നടക്കും. ജീവിത നവീകരണത്തിനും വിശ്വാസ ചൈതന്യത്തിനും വളരുവാനും ഉപകരിക്കുന്ന പ്രമുഖ ധ്യാന ഗുരുക്കന്മാർ നയിക്കുന്ന 4ാമത് തട്ടുപാറ ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 23, 24, 25 ദിവസങ്ങളിൽ നടക്കും. ഏപ്രിൽ 26, 27 തീയതികളിൽ പുതുനായർ തിരുനാൾ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച സദ്യയും ഒരുക്കിയിട്ടുണ്ട്. മുൻകൂട്ടി അറിയിച്ചു വരുന്ന ഭക്തജനങ്ങൾക്ക് കുംഭസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കുമുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ കൈക്കാരന്മാരായ സെബി ചക്രമ്പള്ളി, ജോസ് തോട്ടക്കര, വൈസ് ചെയർമാൻ ജോളി മാടാൻ, തിരുനാൾ കൺവീനർ ജോയ് കിലുക്കൻ, മഞ്ഞപ്ര പഞ്ചായത്ത് മെമ്പർ വിനോയ് ഇടശ്ശേരി, തട്ടുപാറ വികസന സമിതി കൺവീനർ ഡേവിസ് മരോട്ടിക്കുട്ടി, തട്ടുപാറ വികസന സമിതി ജോയിന്റ് കൺവീനർ ബിജു പാലാട്ടി, ജോയിന്റ് തിരുനാൾ കൺവീനർ സിജു പുത്തൻവീടൻ, പബ്ലിസിറ്റി കൺവീനർ ജോണി തോട്ടക്കര, വികാരി ഫാദർ ബാബു കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കുരിശിന്റെ വഴി ചൊല്ലിക്കൊണ്ട് ഒരുപാട് പേര് കടന്നു വരികയാണ് ഇവിടെ. ഈ തിരുനാളാഘോഷങ്ങളിലേക്കും 40ാം വെള്ളിയിലും പീഡാനുഭവ വെള്ളിയിലെ ദിവസങ്ങളിലും കൺവെൻഷനിലേക്കും ജൂബിലി ആഘോഷങ്ങളിലേക്കും ഏപ്രിൽ 27-ാം തീയതിയുള്ള പുതുഞായർ തിരുനാളിലേക്കും ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ മല വ്യത്യസ്തമായൊരു അനുഭവം പ്രദാനം ചെയ്യും. 3ാമത്തെ ദിവസം, സമാപന ദിവസം, പ്രശസ്ത ധ്യാനഗുരു ജേക്കബ് മഞ്ഞളി അച്ഛനാണ് സമാപന ദിവസം 25-ാം തീയതി. 26-ാം തീയതി ജൂബിലി ആഘോഷം നടത്തുന്നു. 27-ാം തീയതിയാണ് തട്ടുപാറ തിരുനാൾ. അന്ന് വൈകുന്നേരം ദിവ്യബലിയും പ്രദക്ഷിണവും നേർച്ച സദ്യയും ഇവിടെ ഉണ്ടായിരിക്കും. 2000-ലേറെ ആളുകൾ തിരുനാളിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2000-ലേറെ പേർ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മലയാറ്റൂർ.